ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതേപോലെ തന്നെ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും എന്താണ്, അങ്ങനെയുള്ള അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഈ ഭാഗത്തിൻ്റെ വിക്ടേഴ്സ് ചാനലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്ന് ഈ ഡയമെൻഷൻ അനാലിസിസ് എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ കുറച്ചുകൂടി അതായത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഉണ്ട്, അതേപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും ഉണ്ട്. ഈ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ്, അല്ലേ? ഒന്നിൽ കൂടുതൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിലും എന്തടങ്ങിയിട്ടുണ്ട്? ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടല്ല അത് കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയാനുള്ള കാരണം, അല്ലേ? ഇപ്പം നമ്മളൊരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു, ലെങ്ത് എന്ന് പറയുന്ന ഒരു സാധനം എടുത്തു, അതിലെന്തുണ്ട്? ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി നമ്മൾ ഏരിയ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തു, നിങ്ങൾ നോക്കുക, ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് സംഭവങ്ങൾ, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഏരിയ കിട്ടുക. രണ്ടും നീളം തന്നെയല്ലേ നമ്മൾ ഗുണിക്കുന്നത്, അല്ലേ? 2 പ്രാവശ്യം ലെങ്ത് എടുക്കുന്നുണ്ട്. അപ്പം അതിലും 2 പ്രാവശ്യം ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏതൊരു സംഭവം എടുത്തു കഴിഞ്ഞാലും ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാലും അതിൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് അതിന് റിലേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയമെൻഷൻസിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡയമെൻഷൻസിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നല്ലേ പറയുന്നത്. അങ്ങനെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് അറിയണം? ഓരോ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോരോ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നിങ്ങൾക്ക് അറിയാലോ. ഓരോ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും ഡയമെൻഷൻസിന് വേണ്ടിയിട്ട് അതിന് റിലേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ലെറ്ററുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുക, ആദ്യം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ആ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത് എൽ എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എൽ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? മാസ്. അപ്പൊ മാസ് എന്നതിന് പകരം ഡയമെൻഷൻസിൽ നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ എം എന്നുള്ള ലെറ്ററാണ്. എല്ലും ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ടൈം എന്നുള്ള ആ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ടി എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? കറണ്ട്, അല്ലേ? കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ എ എന്നുള്ള ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ എ എന്നുള്ള ലെറ്റർ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആരുപയോഗിക്കാം? ക്യാപിറ്റൽ ലെറ്റർ ഐ ഉപയോഗിക്കാം. രണ്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അടുത്തത് വരുന്നത് നെക്സ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതായിരുന്നു? ടെമ്പറേച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? ടെമ്പറേച്ചറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത് ഏത് ലെറ്റർ കൊണ്ടാണ്? കെ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതൊരു കാര്യം, എയും ഐയും ഒന്നിനെയാണ് കേട്ടോ. എ അല്ലെങ്കിൽ ഐ ആണ് കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ടെമ്പറേച്ചറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ലെറ്റർ കൊണ്ടാണ് ഡയമെൻഷൻ അനാലിസിസിൽ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ഡയമെൻഷൻസിൽ ഡയമെൻഷൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലെറ്ററാണ് കെ എന്നുള്ള ലെറ്ററാണ് അതിന് ഉപയോഗിക്കാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാൻഡില എന്ന് പറയുന്ന യൂണിറ്റുള്ള ലുമിനസ് ഇന്റൻസിറ്റി പഠിച്ചിട്ടുണ്ട്, അല്ലേ? ലുമിനസ് ഇന്റൻസിറ്റിയിലെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡയമെൻഷൻ അനാലിസിസിൽ ഉപയോഗിക്കുന്നത് സി ഡി എന്നുള്ള സംഭവമാണ് ഉപയോഗിക്കുക. സി ഡി, ഈ 2 ലെറ്റർ കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് അതിന്റെ യൂണിറ്റ് തന്നെയാണ്. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നുള്ളതിന് പകരം നമ്മൾ ഡയമെൻഷൻസിൽ കൊടുക്കുന്നത് മോൾ എന്നുള്ളതാണ്. യൂണിറ്റും അത് തന്നെയാണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിലും
യൂണിറ്റും അതേപോലെ തന്നെ ഡയമെൻഷൻ അനാലിസിസിൽ റെപ്രസെന്റ് ചെയ്യുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. എന്നൂടി പറയാം, ഡയമെൻഷൻ അനാലിസിസിലെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓരോ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും ഓരോരോ ലെറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഡയമെൻഷൻ അനാലിസിസിൽ അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്തിനു വേണ്ടിയിട്ടാണ് ഡയമെൻഷൻ അനാലിസിസ്? ഡയമെൻഷൻ അനാലിസിസിന് കുറേ യൂസേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് പറയാം. പിന്നെ പ്രധാനമായിട്ട് നമ്മളിവിടെ കണ്ടെത്തുന്നത് ഈ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമുക്ക് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്തുകയാണ് ഇവിടെ ആര് ചെയ്യുന്നത്? ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമ്മൾ ഓരോ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇവിടെ നമ്മൾ കണ്ടു, ലെങ്തിനെ L എന്നുള്ള ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു, മാസിനെ M എന്നുള്ള ഡയമെൻഷനാണ് കൊടുക്കുക, ടൈമിന് T എന്നുള്ള ഡയമെൻഷൻ കൊടുക്കും, കറണ്ടിന് A അല്ലെങ്കിൽ I എന്നുള്ള രണ്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ടെമ്പറേച്ചറിനെ K എന്നുള്ള ഡയമെൻഷൻ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ലുമിനസ് ഇന്റൻസിറ്റി പ്രകാശ തീവ്രത എന്ന് പറയുന്നതിനെ നമ്മുടെ കാൻഡില എന്നുള്ള സംഭവം നമ്മൾ CD എന്നുള്ള സംഭവം കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ നമ്മൾ എന്തും കൊടുക്കും? മോൾ എന്നുള്ളത് കൊണ്ടും റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡയമെൻഷൻസ്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡയമെൻഷൻസിന്റെ ലെറ്ററുകൾ. ഇനി ഒരു കാര്യം കൂടി പറയാം, നമ്മൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതേപോലെ തന്നെ ലുമിനസ് ഇന്റൻസിറ്റി, ടെമ്പറേച്ചർ, കറണ്ട് ഇതൊന്നും കൂടുതൽ ഉപയോഗിക്കില്ല. നിങ്ങളോട് എക്സാമിന് ഇതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ആവശ്യം വരുന്നത് L, M, T ഈ മൂന്ന് കാര്യങ്ങളാണ്. L, M, T എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂന്ന് ഡയമെൻഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഏതൊരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു ഡയമെൻഷൻ, നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ തരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പറയും, എന്നിട്ട് പറയും ഇതിന്റെ ഡയമെൻഷൻ എന്താണെന്ന് ചോദിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് പറയുന്നത്, അതിന്റെ ഡയമെൻഷൻ എന്നിട്ട് ഇങ്ങനെ എഴുതാം, എമ്മും എല്ലും ടിയും. ഇത് മൂന്നുമാണല്ലോ ഇതിന് നമുക്ക് ആവശ്യമുള്ളത്. അല്ലെങ്കിൽ ഏത് ഡയമെൻഷൻ നിങ്ങളോട് കാണാൻ പറയുന്നതിൽ എന്തൊക്കെ ഉണ്ടാവുള്ളൂ? M, L, T ഇത് മൂന്നുള്ളതേ നിങ്ങളോട് കാണാൻ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ M, L, T ഇത് മൂന്നും എഴുതി വെക്കുക. പിന്നെ ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് എഴുതേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൂടി ഇട്ട് കൊടുക്കുക. ഡയമെൻഷണൽ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അത് നമ്മൾ M, L, T എഴുതി, പിന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണോ ഇക്വേഷനിലുള്ളത്, എത്രണ്ണാണോ ഉള്ളത്, അതിവിടെ സ്ക്വയർ ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ ഡയമെൻഷണൽ ഫോർമുല കാണാൻ പറഞ്ഞു. ആരുടെ കാണാൻ പറഞ്ഞെന്ന് അറിയുന്നത്? നിങ്ങളോട് പറയാണ് ഒരു ലെങ്ത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല, ലെങ്ത് നീളത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ് എന്ന് നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞു. നമുക്കറിയാം ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിൽ ഒരൊറ്റ സാധനമല്ലേ ഉള്ളൂ. അതിന്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് നോക്കിയിട്ട് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ യൂണിറ്റ് എന്താ? ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ എന്നുള്ളതാണ്. ഒറ്റ പ്രാവശ്യമല്ലേ മീറ്റർ വരുന്നുള്ളൂ അല്ലേ? ഒറ്റ പ്രാവശ്യമല്ലേ ലെങ്ത് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം അവിടെ ഏതാ ഡയമെൻഷൻ? ലെങ്ത് എന്നുള്ള ഡയമെൻഷണൽ അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ഏതാ? L എന്നുള്ളതാണ്. L ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ L⁻1 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇനി L⁻1 ആയതുകൊണ്ട് ⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെയാണ് വരിക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവിടെ 1 കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ എമ്മും ടിയും ഇല്ലേ, ഇത് വെറുതെ നമ്മൾ എഴുതണോ? L⁻1 എന്ന് മാത്രം എഴുതിയാൽ പോലെ. ഇത് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ഒരാൾ ചോദിച്ചതാണ്, ഇങ്ങനെ എഴുതിയാൽ മതി, ഇത് ശരിയാണ്. പക്ഷേ ഇനി ഒരാൾ എന്ത് ചെയ്തു? എമ്മും ടിയും ഇല്ല എന്ന് നമുക്കറിയാലോ. ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് M⁻0 T⁻0 എന്ന് എഴുതി വെച്ചു. അപ്പോൾ ഇതും ശരിയാണ്, ഇതും ശരിയാണ്. ഡയമെൻഷൻ അനാലിസിസ് എഴുതുമ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ L⁻1 എന്ന് എഴുതിയതും M⁻0 L⁻1 T⁻0 ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ M⁻0 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം M ഇല്ല എന്നുള്ളതാണ്. T⁻0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ T ഇല്ല, ആര് മാത്രമേ ഉള്ളൂ? L⁻1 മാത്രമേ ഉള്ളൂ. ഇതാണ് ലെങ്ത്തിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതേപോലെ നമുക്കൊന്ന് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം.
ഏരിയയുടെ കണ്ടോക്കാണ്. ഏരിയയുടെ കാണുമ്പോൾ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒന്ന് അതിന്റെ യൂണിറ്റ് നോക്കാം. ഏരിയയുടെ യൂണിറ്റ് എന്താ നോക്കാം. ഏരിയയുടെ യൂണിറ്റ് എന്താ? ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ് അല്ലെ? മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര മീറ്റർ വരുന്നുണ്ട്? മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം മീറ്റർ ഉണ്ടല്ലോ. 2 പ്രാവശ്യം ഇവിടെ മീറ്റർ വന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? മീറ്റർ എന്നുള്ളത് ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ് എന്നുള്ളത്, ലെങ്ത്തിന്റെ യൂണിറ്റ് ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ലെങ്ത്തിന്റെ ഡയമെൻഷനാലിസിസ് ആയ L നമ്മൾ എഴുതി കൊടുത്തു. L എഴുതി. അത് കഴിഞ്ഞിട്ട് മീറ്റർ എത്ര പ്രാവശ്യം ഉണ്ട്? സ്ക്വയർ ഉണ്ട്. അപ്പൊ Lന് സ്ക്വയർ കൊടുക്കുക. എന്നിട്ട് അത് സ്ക്വയർ ബ്രാക്കറ്റിലിട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇക്വേഷനായി. ഇനി ഇതന്നെ എങ്ങനെ എഴുതാൻ പറ്റും? എമ്മും ടിയും ഒക്കെ ഇവിടെ 0 അല്ലേ? ഇല്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, അതിന്റെ കൂടെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. m⁻0 L² T⁻0 ഇതും ശരിയാണ്. 2 രീതിയിൽ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. ഇനി ഒരാൾ വന്നിട്ട് ആക്സിലറേഷന്റെ കാണാൻ പറഞ്ഞു, അല്ലെങ്കിൽ വേണ്ട, ആദ്യം വെലോസിറ്റിന്റെ കാണാം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഇതന്നെ എങ്ങനെയാണ് ഇക്വേഷൻ കാണാന്നുള്ളത് കൂടി പറഞ്ഞു കേട്ടോ. ഇക്വേഷൻ കാണാനാണെങ്കിൽ ഏരിയ ഇസ് ഈക്വൽ ടു എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് അല്ലെ? ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ ബ്രെഡ്ത്താണ്. ലെങ്ത്തിന്റെ ഡയമെൻഷനാലിസിസ് എന്ന് പറയുന്നത് L ആണ്. ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ലെങ്ത്തിന്റെ ഒരു ഭാഗം, ലെങ്ത്തിന്റെ എന്താ പറയാ, വകഭേദല്ലേ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, വീതി എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതും ലെങ്ത് തന്നെയാണ്. L ഇൻറ്റു L² ഇതന്നെയല്ലേ കിട്ടുക. അപ്പൊ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം, യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. യൂണിറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെലോസിറ്റി എടുത്തു. വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണ് വരിക എന്നുള്ളതാണ്. വെലോസിറ്റി നമ്മൾ 2 കാര്യങ്ങൾ നോക്കാം. ഒന്നിക്കലോ അതിന്റെ ഇക്വേഷൻ നോക്കാം, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് നോക്കാം. നമുക്ക് യൂണിറ്റ് ആയിരിക്കും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുണ്ടാവുക. മീറ്റർ പെർ സെക്കൻഡ് അല്ലേ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ് അല്ലേ യൂണിറ്റ്? പറഞ്ഞോളൂ നിങ്ങൾ. മീറ്റർ എന്ന് പറയുമ്പോൾ M നമ്മൾ എഴുതാൻ പോവും. M എഴുതരുത്. മീറ്റർ എന്നുള്ളത് എന്തിന്റെ യൂണിറ്റാണ്? ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഫോർമുല എന്താ? ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഫോർമുല മാറരുത് കേട്ടോ. മീറ്റർ എന്ന് കാണുമ്പോൾ തന്നെ M എന്നാണ് എഴുതി കൊടുക്കരുത്. മീറ്റർ എന്നുള്ളത് ലെങ്ത്തിൻ്റെതാണ്, M എന്നുള്ളത് മാസിൻ്റെതാണ്. അതുകൊണ്ട് മാറരുത്. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ് യൂണിറ്റ്. മീറ്റർ എന്ന് പറയുമ്പോൾ അത് ലെങ്ത്തിൻ്റെതാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ L ഇട്ട് കൊടുത്തു. മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ സെക്കൻഡ് ഉണ്ട്, പറഞ്ഞല്ല അവിടെ നിൽക്കട്ടെ, നമുക്ക് എഴുതാം. സെക്കൻഡ് ഉണ്ട്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏതിന്റെ യൂണിറ്റാ? ടൈമിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ? ഡയമെൻഷണൽ ലെറ്റർ ഏതാ? T എന്നുള്ളതാണ്. T എന്ന് എഴുതി കൊടുത്തു. ഇനി ഇവിടെ നോക്കുക, മീറ്റർ എത്ര പ്രാവശ്യം ഉണ്ട്? മീറ്റർ ഒറ്റൊന്നല്ലേ ഉള്ളൂ. L⁻1 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ L എന്ന് മാത്രം എഴുതാം, കുഴപ്പമൊന്നുമില്ല. 1 എഴുതിയാൽ L⁻1 എന്ന് പറഞ്ഞാൽ L തന്നെയാണ്. ഇനി T എത്ര ഉണ്ട്? ടൈം ഇവിടെ സെക്കൻഡ് ഒന്നേ ഉള്ളൂ, പക്ഷേ പെർ സെക്കൻഡ് ആണ്. പെർ എന്ന് പറയുമ്പോൾ അതിന്റെ താഴെയാണ് സെക്കൻഡ് നിൽക്കുന്നത് അല്ലെ? ഇവിടെ നോക്കി നിങ്ങൾ, മീറ്റർ കഴിഞ്ഞിട്ട് താഴെയാണ് സെക്കൻഡ് നിൽക്കുന്നത് അല്ലെ? അങ്ങനെ താഴെ ആയതുകൊണ്ട് നമ്മൾ താഴെയുള്ള സാധനം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം T⁻⁻1 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. T⁻⁻1 എന്ന് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി നമ്മൾ കണ്ടു, L⁻⁻1 എന്ന് വന്നു. ഇനി ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു mLT, ഇത് മൂന്നും എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, മൂന്നും കൂടി ഒരുമിച്ച് നമുക്ക് എഴുതാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ M എന്നുള്ളത് ഉണ്ടോ? മാസ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? m⁻0 എന്ന് എഴുതി. L ഉണ്ടോ? L ഒന്നുണ്ട്. L⁻1 എന്ന് വേണമെങ്കിൽ എഴുതാം. കുറച്ചുകൂടി നല്ലത് എഴുതാൻ L മാത്രം എഴുതുന്നതാണ്. 1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്.
പിന്നെ t⁻⁻1 എന്ന് നമ്മൾ എഴുതി കൊടുത്തു. -1 എഴുതാനുള്ള കാരണം എന്തായിരുന്നു? എന്താ പറഞ്ഞത്? ഈ പെർ എസ് എന്നുള്ളതാണ്, പെർ സെക്കൻഡ് എന്നുള്ളതാണ്. താഴെ വരുമ്പോൾ ⁻⁻1 എഴുതണം. ഇനി എന്ത് ചെയ്യണം? ഇതിനൊരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ പരിപാടി കഴിഞ്ഞു. ഇനി ആക്സിലറേഷൻ്റെ കാണാം. ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ്റെ ഇക്വേഷൻ യൂണിറ്റ് എന്താ? സോറി, യൂണിറ്റ് എന്തായിരുന്നു? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതല്ല യൂണിറ്റ്. നോക്കുക, മീറ്റർ. മീറ്റർ എന്ന് പറയുമ്പോൾ എം എന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ എം അല്ല. ആരാ എഴുതേണ്ടത്? ആരാണ്? ലെങ്ത് എഴുതണം അല്ലേ? എൽ ഒരൊട്ട് എഴുതി. പിന്നെ സെക്കൻഡ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടൈം ആണ്. ടൈമിന്റെ എന്താ? ടി. റൈസ് ടു 2 ആണ്. സ്ക്വയർ ഉണ്ട്. സ്ക്വയർ മൈനസ് ആണോ പ്ലസ് ആണോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് ആണ്, പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. താഴെ അല്ലേ സെക്കൻഡ് കിടക്കണത്? അപ്പൊ എന്ത് കൊടുക്കണം? t⁻⁻2 എന്ന് കൊടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം ഒരൊട്ട എഴുതിയിട്ടുള്ളൂ, ശരിയാണ്. l⁻1 എന്ന് വെറുതെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി എമ്മും കൂടി നമുക്ക് വേണമെങ്കിൽ ഇടാം. m⁻2 എത്ര എഴുതേണ്ടത്? 0, കാരണം എം ഇവിടെ ഇല്ല. നമ്മൾ m⁻0 എന്ന് എഴുതി, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തു. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ്റെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഫോഴ്സിന്റെ കാണണം. അതുകൂടി കണ്ടു കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി. ഫോഴ്സിന്റെ ആണെങ്കിൽ എന്താ ഫോഴ്സിന്റെ ഇക്വേഷന്? ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? എം എ എന്നുള്ളതാണ്. യൂണിറ്റോ? ന്യൂട്ടൺ എന്നുള്ളതാണ്. ഇത് അറിയുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന് മാത്രം നമ്മൾ കൊടുത്ത ഇക്വേഷനാണ്, സോറി യൂണിറ്റ് ആണ്. അപ്പൊ ആ ന്യൂട്ടൺ എന്നുള്ള യൂണിറ്റ് നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഡയമെൻഷൻ അനാലിസിസ് കാണാൻ കഴിയില്ല. പക്ഷേ ഫോഴ്സിന് ഒരു യൂണിറ്റ് കൂടി. ന്യൂട്ടൺ എന്ന് പറയുന്നത് ശരിക്ക് അത് എന്താണെന്ന് അറിയുന്നത്? ഈ ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ഫോഴ്സിന്റെ യൂണിറ്റ്. ഇതിന് പകരമാണ് നമ്മൾ ന്യൂട്ടൺ എന്നുള്ള ഒരൊറ്റ യൂണിറ്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരാൾക്ക് അറിയില്ല എങ്കിൽ ഇത് കണ്ടെത്താൻ നല്ല ബുദ്ധിമുട്ട്, ഡയമെൻഷൻ അനാലിസിസ് കാണാൻ ബുദ്ധിമുട്ടായി. നമുക്ക് ഒരു കാര്യം അറിയാം, ഇക്വേഷൻ അറിയാലോ. ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടെത്താം. അപ്പൊ നിങ്ങൾ നോക്കുക, ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ കണ്ടെത്താൻ നോക്കുക കേട്ടോ. എം എന്താ? മാസ്. മാസിന്റെ ഡയമെൻഷൻ അനാലിസിസിലെ ഇക്വേഷൻ ലെറ്റർ ഏതാ? മാസ് എന്ന് പറയുമ്പോൾ അതിന്റെ ലെറ്റർ വരുന്നത് എ എന്നുള്ള, അല്ല, മാസിൻ്റെത് ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. ഓക്കെ, ഇനി ആക്സിലറേഷൻ. ആക്സിലറേഷൻ നേരത്തെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി കണ്ടുവച്ചിട്ടില്ലെങ്കിൽ അതിൽ വേറെ കാണണം കേട്ടോ നിങ്ങൾ. ആക്സിലറേഷൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം l⁻⁻2 എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക, എം ഒരെണ്ണം ശരിയാണ്. എ ആക്സിലറേഷന്റെ l⁻⁻2 ശരിയാണ്. ഇനി എന്ത് കൊടുത്താൽ മതി? സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്. അപ്പൊ ഇതാണ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസിൽ നമ്മൾ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം മാസിന്റെ കണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം മാസ് എടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ലെങ്ത് എടുത്തിട്ടുണ്ട്, എത്ര പ്രാവശ്യം ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഡയമെൻഷൻ അനാലിസിസ് കൊണ്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ അതാണ് നമുക്ക് അതിനോട് കൊണ്ട് കഴിയാം. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ്റെ കാര്യം പറയുമ്പോൾ ഒരാളെയും കൂടി നമ്മൾ പറയണം. ഡയമെൻഷൻലെസ്, ഡയമെൻഷൻസ് ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഡയമെൻഷൻലെസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതിനാണ് ഡയമെൻഷൻലെസ് ആയിട്ടുള്ള കോൺസ്റ്റന്റുകളുണ്ട്. എല്ലാ കോൺസ്റ്റന്റിനും ഡയമെൻഷൻസ് ഉണ്ടാവണം എന്നില്ല. ചില പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒക്കെ ഉണ്ടല്ലോ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആ പ്ലാങ്ക്സ് കോൺസ്റ്റന്റിനൊക്കെ എന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട്. അതായത് നമ്മളെ ആരുമായിട്ട് ബന്ധം, ഡയമെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ബന്ധമുണ്ട്? ഡയമെൻഷണൽ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് റിലേഷൻ ഉണ്ട്. എന്നാൽ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ചില കോൺസ്റ്റന്റുകൾക്ക് അങ്ങനെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾ പ്യുവർ നമ്പേഴ്സ് എടുക്കുക, 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞതിന് എന്ത് ബന്ധമാണുള്ളത്? ഒരു ബന്ധമില്ലല്ലോ. പൈ എന്ന് പറയുന്ന സാധനങ്ങൾ പഠിച്ചിട്ടില്ലേ? മാത്സിൽ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ അതിനോട്? ഒരു ബന്ധമില്ല അല്ലേ? അപ്പൊ അതൊക്കെ കോൺസ്റ്റന്റുകളാണ്. പൈ കോൺസ്റ്റന്റ് അല്ലേ? ആണ്, ആംഗിളാണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോ ഇങ്ങനെ ഡയമെൻഷൻ ലെസ് കോൺസ്റ്റന്റുകൾ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. ഹാഫ് എന്ന് പറയാണ്. ഇപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, K = ½ mv² എന്നുള്ളതാണ്.
അവിടെ എം മാസാണ്, അതിന് ഡയമെൻഷൻ ഉണ്ട്. വി വെലോസിറ്റി ആണ്, അതിന് ഡയമെൻഷൻ ഉണ്ട്. പക്ഷെ ആർക്കുണ്ടാവില്ല? ഹാഫിന് ഉണ്ടാവില്ല. കാരണം എന്താ? ഹാഫ് ഒരു കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ചില സാധനങ്ങൾക്ക് എന്തുണ്ടാവില്ല? ഡയമെൻഷൻ ഉണ്ടാകൂല. ഡയമെൻഷൻ ഫോർമുല നമുക്ക് എഴുതാൻ കഴിയില്ല. ഇപ്പൊ ഡയമെൻഷൻ കോൺസ്റ്റന്റുകൾക്ക് എഴുതാൻ കഴിയില്ല. അതേപോലെ ചില വേരിയബിൾസ് ചില സാധനങ്ങൾക്ക്, ഇപ്പോൾ സ്ട്രെയിന്, ആംഗിള്, പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്ന ആംഗിള് ഞാൻ നോക്കുകയാണ്. ആംഗിൾ നോക്കുമ്പോൾ അതിന് എന്ത് ബന്ധം ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസുമായിട്ടുള്ളത്? ഒരു ബന്ധവുമില്ല. അപ്പോൾ അതിനെന്തില്ല? ഡയമെൻഷണൽ ഫോർമുല ഉണ്ടാവില്ല. അപ്പൊ ചില സാധനങ്ങൾക്ക് ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കണ്ടെത്താൻ കഴിയൂല, അതിന് ഡയമെൻഷണൽ ഫോർമുല ഉണ്ടാകൂല. അങ്ങനെ ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഡയമെൻഷൻ ഇല്ലാത്ത കോൺസ്റ്റന്റുകളെ ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഡയമെൻഷൻ ഇല്ലാത്ത വേരിയബിളുകളെ നമ്മൾ എന്ത് വിളിക്കും? ഡയമെൻഷൻലെസ് വേരിയബിൾസ് എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ ഡയമെൻഷനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഡയമെൻഷണൽ ഫോർമുല കാണുന്നതുകൊണ്ട് അതിന്റെ എന്താ ഫിസിക്കൽ ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുമായിട്ടുള്ള ബന്ധം നമ്മൾ കണ്ടെത്തുന്നുണ്ട്, അതൊക്കെയാണ്. വേറെ എന്തെങ്കിലും ബന്ധം ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ? റിലേഷൻ അല്ല, സോറി, വേറെ എന്തെങ്കിലും ഉപയോഗം ഇതിനെ കൊണ്ടുണ്ടോ എന്നുള്ളതാണ്. അത് എക്സാമിന് ചോദിക്കുന്നതും കൂടിയാണ്. ഡയമെൻഷൻ അനാലിസിസിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് എക്സാമിന് സ്ഥിരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? അപ്പോൾ ഈ ഡയമെൻഷണൽ ഫോർമുലയുടെ അല്ലെങ്കിൽ ഡയമെൻഷൻ അനാലിസിസിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ടും 3 ഉപയോഗങ്ങളുണ്ട്, 3 യൂസേജുകളുണ്ട്. നോക്കാം. ഒന്നാമത്, ടു കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒന്നുകിലോ CGS സിസ്റ്റം, MKS സിസ്റ്റം, SI സിസ്റ്റം എന്ന് പറഞ്ഞ കുറേ സിസ്റ്റങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ഒന്ന് MKS സിസ്റ്റം, അതേപോലെ തന്നെ CGS സിസ്റ്റം. ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? MKS സിസ്റ്റത്തിലുള്ള, MKS സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ഈ സിസ്റ്റത്തിലുള്ള ഒരു സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യണം? CGS സിസ്റ്റത്തിലേക്ക് മാറ്റണം. MKS സിസ്റ്റത്തിലുള്ള ഒരു സാധനം എന്ത് ചെയ്യണം? CGS, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്നുള്ള ആ സിസ്റ്റത്തിലേക്ക് മാറ്റണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സിസ്റ്റത്തിൽ നിന്നും CGS സിസ്റ്റം അല്ലെങ്കിൽ MKS സിസ്റ്റം എങ്ങനെ ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആരെ ഉപയോഗിക്കാൻ പറ്റും? ഡയമെൻഷൻ അനാലിസിസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ടു കൺവേർട്ട്, ഉപയോഗം നിങ്ങൾ പഠിക്കണം, കാണാതെ പഠിക്കണം. ടു കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ടു കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ. അതാണ് ഒരു ഉപയോഗം കേട്ടോ, കാണാതെ പഠിക്കണം കേട്ടോ, എക്സാം ചോദിക്കുന്നതാണ്. ഇപ്പൊ രണ്ടാമത് ഉപയോഗം നോക്കാം. അതെങ്ങനെയാണ് മാറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ രണ്ടാമത് ഉപയോഗം നമുക്ക് നോക്കാം. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ റിലേഷൻ. അതായത് നമുക്കൊരു ഇക്വേഷൻ തന്നു, നമുക്ക് S=UT + ½ ഇക്വേഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? പഠിച്ച ആളുകൾ കേട്ടിട്ടുണ്ടാവും. എവിടെ പഠിച്ചത്? 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. S=UT + ½ ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ, ശരിയാണോ തെറ്റാണോ എന്ന് നടക്കട്ടെ, ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ ആരെ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ റിലേഷൻ അല്ലെങ്കിൽ ഗിവൺ ഇക്വേഷൻ. ഗിവൺ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാനും നമുക്ക് ആരെ ഉപയോഗിക്കാം? ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാം. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, നോക്കാം. ഓക്കെ. മൂന്നാമത്തത്, ടു ഡിറൈവ് ദ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ക്വാണ്ടിറ്റീസ്. അതായത് 2-3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. ആരും കാണാതെ ചിലപ്പോൾ എന്തുണ്ടാവും? എന്തെങ്കിലും റിലേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ആ റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനും ആരുപയോഗിക്കാം? ഡയമെൻഷൻ അനാലിസിസ്. ഇതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിന് ഡയമെൻഷൻ അനാലിസിസിന് 3 യൂസേജ് നമ്മൾ പഠിച്ചു. ഒന്ന്, ടു കൺവേർട്ട് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ. രണ്ടാമത്തത്, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ റിലേഷൻ. മൂന്നാമത്തത്, ടു ഡിറൈവ് എ റിലേഷൻ ബിറ്റ്വീൻ വേരിയസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഇത് 3 അതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്നും കൂടി നോക്കാം. അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ നമ്മൾ ടു കൺവേർട്ട് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ടു അനദർ, ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി കൺവേർട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കല്ലേ? ഓക്കെ. നമ്മൾ ഒരു എക്സാമ്പിളൊക്കെ എടുത്തിട്ട് നമുക്ക് പറയാം. ഇതാണ്
നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. ഇവിടെ നോക്കുക, N2 എന്നുള്ളത് നമുക്ക് ഏത് സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ആണ്, നമ്പറാണ്. അതായത് ഇപ്പൊ നിങ്ങളോട് പറയാണ് ഒരു സംഭവം, ഇപ്പോൾ വർക്ക് എന്തിനുള്ളത് നിങ്ങൾക്ക് തന്നറിയാം. SI സിസ്റ്റത്തിലുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ MK സിസ്റ്റത്തിലുള്ള വർക്ക് 1 ജൂളാണെന്ന് പറഞ്ഞു. 1 ജൂൾ എന്നുള്ളത് SI സിസ്റ്റം ആണ് കേട്ടോ, സിസ്റ്റം ഓഫ് ഇന്റർനാഷണൽ ബേസിക് സിസ്റ്റം ആണ്. അപ്പോൾ SI സിസ്റ്റത്തിൽ 1 ജൂൾ. ഇത് എത്ര CGS സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ, സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിലേക്ക് മാറ്റുമ്പോൾ അതിൽ വർക്കിന്റെ യൂണിറ്റ് എന്താ പറയുക? SI സിസ്റ്റത്തിൽ ജൂൾ ആണെങ്കിൽ CGS സിസ്റ്റത്തിൽ എർഗ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ആണ് ഉപയോഗിക്കുക, എർഗ്. അപ്പോൾ എർഗിലേക്ക് 1 ജൂളിനെ എർഗിലേക്ക് മാറ്റുമ്പോൾ എത്ര എർഗായിരിക്കും 1 ജൂള്? എത്ര എർഗ് കൂടി ചേർന്നാലാണ് 1 ജൂൾ ഉണ്ടാവുക? ഇത് കണ്ടെത്തുക. അതാണ് അവിടെ ചെയ്യുന്ന കൺവേർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 1 ജൂൾ എന്ന് പറഞ്ഞാൽ 10 എർഗാണ്, 10 അല്ല 10⁻⁷ എർഗാണ്. അത് ശരിയാണോ നമുക്ക് പറയാം, ഇത് എങ്ങനെ കിട്ടിയെന്ന് പറയാം. 10⁻⁷ എർഗാണ്. ഇപ്പൊ 2 ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗായിരിക്കും? 2 × 10⁻⁷ എർഗ്. 3 ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗായിരിക്കും? 3 × 10⁻⁷ എർഗ്. അങ്ങനെയായിരിക്കും. അപ്പൊ അത് എങ്ങനെയാണെങ്കിൽ 10⁻⁷ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പഠിക്കണം. വേറെ കാര്യം, ഇവിടെ എങ്ങനെ ഇത് ഉപയോഗിച്ച് അത് കണ്ടെത്താം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 1 ജൂള് എത്ര എർഗാണെന്ന് കണ്ടെത്തണം. 1 ജൂള് എത്ര എർഗ്? ഇതാണ് നമുക്ക് CGS സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അതാണ് N2 എന്ന് കൊടുത്തിട്ടുള്ളത്. പിന്നെ എത്ര ജൂളാണ് നമ്മൾ എടുക്കുന്നത്? SI സിസ്റ്റത്തിലുള്ള എത്ര എടുക്കുന്നത്? 1 ജൂളല്ലേ. അപ്പോൾ N1 ഇവിടെ 1 ആണ്. N1 1 ആണ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ എന്ന് എഴുതി നോക്കുകയാണ്. എങ്ങനെയാണ് SI സിസ്റ്റത്തിലുള്ളതിനെ CGS സിസ്റ്റത്തിലേക്ക് 1 ജൂളിനെ എങ്ങനെയാണ് എർഗാക്കിയിട്ട് മാറ്റുക? ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ജൂൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വർക്കിന്റെ യൂണിറ്റ് അല്ലേ ജൂൾ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്തണം. അതന്നെയായിരിക്കും ഇവിടെ വരിക. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ജൂൾ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടിയ ജൂളിന്റെ എന്ത് ചെയ്യണം? ജൂളിനെ ഡിറൈവ് ചെയ്തിട്ടുള്ള യൂണിറ്റ് വേറെ യൂണിറ്റ് ഉണ്ടാവും. നമ്മൾ ന്യൂട്ടനെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ്. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു യൂണിറ്റ് ആണ്. പക്ഷെ അതിങ്ങനെ ഏത് യൂണിറ്റാണ് ന്യൂട്ടനായിട്ട് മാറിയത്? നമ്മൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്ന ആ യൂണിറ്റിനെയാണ് ന്യൂട്ടൺ എന്നുള്ള യൂണിറ്റ് ആക്കിയിട്ട് നമ്മൾ എഴുതുന്നത്. അതേപോലെ ഈ ജൂൾ എന്ന് എഴുതുന്നതും വേറൊരു യൂണിറ്റിനെയാണ്. ഏത് യൂണിറ്റിനെന്ന് അറിയാം നിങ്ങൾക്ക്? ഇവിടെ എഴുതി തരാം. അപ്പോൾ നമ്മൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദ്യം മറ്റേ യൂണിറ്റ് കണ്ടെത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതി ഇതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക. W വർക്കിന്റെ ഇക്വേഷൻ എന്താ? F × S ആണ്. ഫോഴ്സ് × ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സിന്റെ എന്താ? നമ്മൾ നേരത്തെ കണ്ടെത്തി യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലെ. S ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഡയമെൻഷൻ അനുസരിച്ച് കൊടുത്ത് നോക്കുക. കിലോഗ്രാം എന്ന് പറയുമ്പോൾ മാസ് ആണ്. അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് M ആണ്. നെക്സ്റ്റ് ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതിനെന്താ വരിക? L/T⁻⁻². ഇതല്ലേ വരിക. പിന്നെ മീറ്റർ ഉണ്ട്. മീറ്ററിൻ്റെത് ലെങ്ത്തിന്റെ യൂണിറ്റ് അല്ലേ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ L ആണ് വരിക. ഇവിടെ നോക്കാം, mL/T⁻²L. ഇത് നമുക്ക് ഒരുമിച്ചിട്ട് L കൂടി L² എഴുതി കൂടെ, L²T⁻². ഇങ്ങനെ എഴുതി കൂടെ. ഇതാണ് വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. അതായത് W എന്ന് പറയുന്ന ഡയമെൻഷണൽ ഫോർമുല ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് N1 എത്ര ജൂളാണ്? 1 ജൂള് എന്ന് പറഞ്ഞാൽ ആ ജൂളിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് ഇത് കേട്ടോ. അതായത് വർക്കിന്റെ യൂണിറ്റ് അല്ലേ ജൂള്. അപ്പൊ ജൂളിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് mL/T⁻² എന്നുള്ളത്. ഇനി നമ്മൾ നോക്കാം എത്ര ജൂളിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. എത്ര ജൂളിനെ? 1 ജൂളിനെ. ഇവിടുത്തെ ഇക്വേഷനിൽ 1 ജൂൾ എന്ന് കൊടുക്കുന്ന N1ന്റെ സ്ഥാനത്ത് എത്ര ജൂളിനെയാണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, എത്ര അളവിനെയാണോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്, അതാണ് N1ന്റെ സ്ഥാനത്ത് എഴുതേണ്ടത്. അപ്പൊ N1 = 1 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് 2 ജൂൾ എത്രയും നോക്കണം എന്നുണ്ടെങ്കിൽ 2 എഴുതാം.
3 ജൂൾ എത്രയും നോക്കണമെന്നുണ്ടെങ്കിൽ 3 ഏതാ N1 നമ്മൾ എത്ര ജൂളാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതാണ് എഴുതേണ്ടത്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ കൊടുക്കാം. കൊടുത്തോളൂ. N2 = N1 എത്രയാണ് 1 ഇൻറ്റു നോക്കാം. ഒരു കാര്യം കൂടി, എക്സും വൈയും സെഡും ഉണ്ട് കേട്ടോ. ഈ എക്സും വൈയും സെഡും എന്താണെന്ന് ആദ്യം നമുക്ക് എഴുതാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. എക്സും വൈയും സെഡും എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കാം. ഇതല്ലേ നമുക്ക് ഇപ്പൊ കിട്ടിയത് വർക്കിന്റെ ജൂളിന്റെ അല്ലെങ്കിൽ വർക്കിന്റെ ഡയമെൻഷന്റെ ഫോർമുല ഇതല്ലേ കിട്ടിയത്. എക്സ് m⁻x m1/m2 ഉണ്ട്. നോക്കട്ടെ, എക്സ് എന്ന് പറയുന്നത് എമ്മിന്റെ പവർ എത്രയാണ്, എമ്മിന്റെ പവർ എത്രയാണ് ഇക്വേഷൻ നോക്കുന്നത്. ഇവിടത്തെ അല്ല, ഇവിടെ എമ്മിന്റെ പവർ എക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കാം, ഇതില് എമ്മിന്റെ പവർ എത്രയാണ്, എമ്മിന്റെ പവർ എത്രയാണ്, ഇവിടെ ഒന്നുമില്ലല്ലോ. അപ്പൊ എത്ര പവർ 1, ഒന്നുമില്ലെങ്കിൽ 1 ആണ്. അപ്പൊ നമുക്ക് എക്സ് കിട്ടി, എക്സ് = 1 ആണ്. ഇനി y നോക്കാം, എല്ലിന്റെ പവർ എത്രയാണ് 2 ആണ്. അപ്പൊ y = 2 എന്ന് എഴുതി. ഇനി ടിയുടെ പവർ ആണ് z ആണ് കേട്ടോ, 2 അല്ല z ആണ്. z എത്രയാണ്, ടിയുടെ പവർ -2, ടിയുടെ പവർ -2. അപ്പൊ അതും നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി ജസ്റ്റ് ചെയ്യേണ്ട പരിപാടിയേ ഉള്ളൂ. ഇത് നമ്മൾ എഴുതണം, എക്സും വൈയും സെറ്റും. അത് എങ്ങനെ കണ്ടെത്തുക, നമുക്ക് വർക്കിന്റെ ആണെങ്കിൽ ഇങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ അതിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടെത്തണം. എന്നിട്ട് അതിന്റെ എമ്മിന്റെ പവറിന്റെ അവിടെ എക്സ് = എത്രയാണോ ഇവിടെ വന്നിട്ടുള്ളത് അത് എഴുതാം. എല്ലിന്റെ പവറിന് y = എന്ന് പറഞ്ഞിട്ട് എല്ലിന്റെ പവർ എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതാം. z = എന്ന് എഴുതിയിട്ട് ടിയുടെ പവർ എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതാം. പവർ എഴുതി കൊടുത്തു, അത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ എക്സും വൈയും സെറ്റും ഈ ഇക്വേഷനിലാണ് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട പരിപാടി. നമ്മൾ നോക്കാം, ഇത് വായിച്ചിട്ട് ഞാനിവിടെ എഴുതുന്നുണ്ട്. ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി ഇതെങ്ങനെയാണ് മാറ്റി എഴുതുന്നത് എന്ന് നോക്കിക്കോ കേട്ടോ. ഈ വർക്കിന്റെ ഫൈനൽ ഇക്വേഷൻ ഇവിടെ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇവിടെ നിൽക്കട്ടെ, നോക്കാം. N2 = N2 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. N1 എത്രയും നമ്മൾ നേരത്തെ പറഞ്ഞു 1 ആണ്. 1 ഇൻറ്റു m1 / m2 റൈസ് ടു x അല്ലായിരുന്നോ, x എത്രയാണ് 1. പിന്നെ L1 / L2 റൈസ് ടു y ആയിരുന്നു, y യുടെ സ്ഥാനത്ത് ഇപ്പോൾ 2 ആണ്. ഇൻറ്റു T1 / T2 റൈസ് ടു -2. ഈ സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞു. പണിയൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. എക്സും വൈയും സെറ്റും നമ്മൾ കണ്ടു. എന്നിട്ട് ഇതിന്റെ പവറും അതേപോലെ നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ m1ഉം m2നെയും നമ്മൾ മാറ്റിയിടും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ മാറ്റുന്നത് SI സിസ്റ്റത്തിൽ നിന്ന് CGS സിസ്റ്റത്തിലേക്കാണ് മാറ്റുന്നത്. SI സിസ്റ്റത്തിൽ നിന്ന് CGS സിസ്റ്റത്തിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ m1 L1 T1 ഇത് മൂന്നും ഒന്നാമത്തത് നമ്മൾ ഏതിൽ നിന്നാണോ മാറ്റുന്നത് അതെടുക്കാം. SI സിസ്റ്റത്തിൽ നിന്നല്ലേ മാറ്റുന്നത്, അപ്പൊ SI സിസ്റ്റത്തിലുള്ള എടുക്കാം. അതായത് ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവുന്നു. N2 = 1 ഇൻറ്റു അത് എഴുതി വെച്ചു. ഇനി m1 എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, m എന്താ മാസാണ്. അപ്പൊ മാസ് നിങ്ങൾ SI സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ് ഏതാ, കിലോഗ്രാം. അപ്പൊ നിങ്ങൾ ഇവിടെ കിലോഗ്രാം എഴുതുക. കിലോഗ്രാം ഡിവൈഡഡ് ബൈ m2 എന്നുള്ളത് ഏത് സിസ്റ്റത്തിലേക്കാണോ മാറ്റുന്നത്. നമ്മളിവിടെ മാറ്റുന്നത് CGS സിസ്റ്റം അല്ലേ. CGS സിസ്റ്റത്തിലെ മാസിന്റെ യൂണിറ്റ് ഏതാ, CGS സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. CGS സിസ്റ്റത്തിലെ ഏതാണ് ഗ്രാം. ഗ്രാമിനെ ജീനേത് റൈസ് ടു 1 അതിന് കൊടുത്തു. അടുത്തത് L1 L2. L1 എന്നുള്ളത് SI സിസ്റ്റത്തിലെ ലെങ്ത് ആണ്. ലെങ്ത്തിന്റെ SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ഏതാ, മീറ്റർ അല്ലേ. ഓക്കെ, മീറ്റർ ഡിവൈഡഡ് ബൈ L2 എന്ന് പറയുമ്പോൾ ഏതിലേക്കാണ് നമ്മൾ മാറ്റുന്നത്, CGS-ലേക്കല്ലേ. അവിടെ മാസിന്റെ യൂണിറ്റ് ഏതാ, അല്ല സോറി ലെങ്ത്തിന്റെ യൂണിറ്റ് ഏതാ, സെന്റിമീറ്റർ, മീറ്റർ, സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. ഇതിലേതാ ലെങ്ത്തിന്റെ ഏതാ, സെന്റിമീറ്റർ ആണ്. ഓക്കെ, മാറരുത് കേട്ടോ, സ്പീഡ് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പൊ എന്തായാലും നമ്മളെ L2 എന്നുള്ളതിന് പകരം സെന്റിമീറ്റർ ആണ് ഇവിടെ നമ്മള്
സെന്റിമീറ്ററിലേക്കാണ് മാറ്റുന്നത്. റൈറ്റ് സ്ക്വയർ, ഈ സ്ക്വയർ അതേപോലെ തന്നെ ഇവിടെ എഴുതിച്ചു. ഇനി ടൈമിന്റെ കാര്യത്തിൽ SI സിസ്റ്റത്തിലുള്ള ടൈം സെക്കൻഡ് അല്ലേ നമ്മൾ എടുക്കുക. സെക്കൻഡ് ഡിവൈഡഡ് ബൈ CGS സിസ്റ്റത്തിൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, അതിലും സെക്കൻഡ് തന്നെയാണ്, 2 സെക്കൻഡ് തന്നെയാണ്. റൈസ് ടു -2. ഓക്കെ, ഇത്രയും എഴുതാം. നെക്സ്റ്റ് ഞാനിതിവിടെ മായ്ച്ചിട്ട് മുകളിൽ തന്നെ എഴുതുന്നുണ്ട്. N2 = 1 × ഇനി നോക്കാം, കിലോഗ്രാമും ഗ്രാമും ഉണ്ട്. എത്ര ഗ്രാം കൂടിയാൽ ഒരു കിലോഗ്രാം ആവാം? 1000 ഗ്രാമിനെയാണ് നമ്മൾ ഒരു കിലോഗ്രാം എന്ന് പറയാം. അപ്പോൾ ഇവിടെ രണ്ടും ഒരു യൂണിറ്റിലാക്കിയിട്ട് നിങ്ങൾ എഴുതണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഗ്രാം എന്നുള്ളിടത്ത് 1000 എന്ന് എഴുതാം. 1000 ഗ്രാം. കിലോഗ്രാമിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതി, അതിനെ ഗ്രാമിലേക്ക് മാറ്റിയിട്ട് 1000 ഗ്രാം ഡിവൈഡഡ് ബൈ താഴത്ത് 1 ഗ്രാം റൈസ് ടു 1 എഴുതി കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ സെന്റിമീറ്ററും മീറ്ററും ആണ്. സെന്റിമീറ്ററും മീറ്ററൊക്കെയാണ്. ചെറുതിനാണ് വലുതാക്കുക കേട്ടോ. അതായത് ചെറുതിനെ വലുതാക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഈ യൂണിറ്റിലേക്ക് മാറ്റാം, മീറ്ററിന് സെന്റിമീറ്ററിലേക്ക് മാറ്റാം. എത്ര സെന്റിമീറ്റർ കൂടിയാൽ ഒരു മീറ്റർ ആവാം? 100 സെന്റിമീറ്റർ കൂടിയാലാണ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം, 100 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 1 സെന്റിമീറ്റർ. താഴത്തിന് 1 സെന്റിമീറ്റർ അല്ലേ, അതിനും പവർ കൊടുക്കുക. എന്താ ഉള്ളത്, സ്ക്വയർ അല്ലേ, സ്ക്വയർ കൊടുത്തു. നെക്സ്റ്റ് ഇവിടെ ടൈമിന്റെ അവിടെ ഇത് സെക്കൻഡ് ആണ്, ഇത് സെക്കൻഡ് ആണ്, 2 സെക്കൻഡ് ആയതുകൊണ്ട് അങ്ങോട്ട് കൊണ്ട് മാറ്റാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതേപോലെ തന്നെ എഴുതിച്ചാൽ മതി. 1/1 1 സെക്കൻഡ് 1 സെക്കൻഡ് റൈസ് ടു -2 എഴുതി കൊടുത്തു അല്ലേ. ഇത്രയും എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ N2 കണ്ടെത്താൻ വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. നോക്കാം, ഇവിടെ 1 ഗ്രാം N2 = 1 × 1000/1 എത്ര? 1000/1 1000 റൈസ് ടു, ഈ പവർ ഏതാണോ, റൈസ് ടു 1. 1000 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1000 തന്നെ അല്ലേ. അപ്പം അത് അതേപോലെ തന്നെ എഴുതി അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ഇവിടെ 100/1 സെന്റിമീറ്റർ ആണ് രണ്ടും അല്ലേ. അപ്പോൾ ഓക്കെയാണ്. 100/1 എന്ന് പറഞ്ഞാൽ 100 തന്നെ. റൈസ് ടു എത്ര ഉണ്ട്? സ്ക്വയർ ഉണ്ട്. സ്ക്വയർ അല്ലേ ഇവിടെ, ഈ സ്ക്വയർ അതേപോലെ എഴുതിച്ചു. 1/1 1 1 റൈസ് ടു -2 1/1 = 1 റൈസ് ടു -2 എന്ന് എഴുതിച്ചു. ഇനി നമ്മൾ നോക്കാം, N2 = ചെയ്ത് നോക്കാം, 1000 ഇൻറ്റു ഇവിടെ 100ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായി? 100 സ്ക്വയർ എത്രയായി? 10000 എന്ന് കിട്ടും. അതായത് ഇനി 1 റൈസ് ടു -2 എന്ന് പറയുന്നത് എത്രയാണ്? എത്രയാണ് വരിക? 1 തന്നെ വരിക. 1ന്റെ ഭാഗത്ത് കൊടുത്താൽ കാര്യമില്ല, 1 തന്നെ വരിക അല്ലേ. നമുക്കിത് ഇവിടുന്ന് ഇൻറ്റു 1 തന്നെ എഴുതാം. = നോക്കാം, 3 ഇവിടെ 4 0 10⁻⁷ എന്ന് എഴുതി കൂടെ. അപ്പോൾ നമ്മൾ ആൻസർ ആയി. എന്തായി? N2 എന്നുള്ളത് 10⁻⁷ എന്നാണ് കിട്ടിയത്. അതായത് 1 ജൂള് എന്ന് പറയുന്നത് 10⁻⁷ CGS സിസ്റ്റത്തിലുള്ള യൂണിറ്റ് എന്താ ഒറ്റ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ യൂണിറ്റിന്റെ പേര് എർഗ് എന്നുള്ളതാണ്. 1 ജൂള് എന്ന് പറയുന്നത് 10⁻⁷ എർഗ് ആണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടി. ഇങ്ങനെ നമുക്ക് ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാം? ഡയമെൻഷണൽ ഫോർമുലാസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതൊന്നും കൂടി ഒന്ന് 2 പ്രാവശ്യം കണ്ടു നോക്കട്ടെ ഈ വീഡിയോ.